രാവിലെ ബബിത വീട്ടിൽ നിന്നും കോളേജിലേക്ക് ഇറങ്ങാണ്. ഈ സമയം അലീന ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എന്താ ഇത്ര നേരത്തെ പോണേ? അതുവിന് ചേച്ചി എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാ എന്നും പറഞ്ഞ് വളരെ പരിഭ്രാന്തിയിലോടുകൂടി അവൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് കൃഷ്ണ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല മോളെ, അവളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ, എന്നത്തെയും പോലെയല്ല, എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ശരിക്കും അവൾ കോളേജിലേക്ക് തന്നെ ആയിരിക്കും പോയത്. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നും 9:08 പോവുള്ളൂ. ഇപ്പോഴേ 8 മണിയായപ്പോൾ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. ഇന്ന് ക്ലാസ് ഉണ്ടോ? ഞാനേ എൻ്റെ കൂട്ടുകാരെ വിളിച്ചു നോക്കാം, അവളുടെ ചേച്ചിയുടെ കൂടെ പഠിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അപ്പോൾ തന്നെ അവളുടെ ഫ്രണ്ടിനെ വിളിക്കുകയാണ്. ഫ്രണ്ട് പറയുന്നുണ്ട്, ഇന്ന് ക്ലാസ് ഇല്ല, സ്പെഷ്യൽ ക്ലാസ് പോയിട്ട് സാധാരണ ക്ലാസ്സും ഇന്നില്ല, ഇന്ന് ലീവാണ് എന്ന് പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞിട്ട് കൃഷ്ണ ഫോൺ കട്ടാക്കാണ്. ചേച്ചി, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. മിക്കവാറും ചേച്ചി ആ അമലിനെ കാണാൻ പോയതായിരിക്കും. ഇതങ്ങനെ വിട്ടുകൊടുത്തൂടാ എന്ന് പറയുമ്പം അലീന പറയാണ്, അവളുടെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റം വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവളെ എല്ലാ അർത്ഥത്തിലും മാറിക്കാണുന്ന കരുതിയത്, പക്ഷെ ഇങ്ങനെയാവുമെന്ന് ഒരിക്കലും കരുതിയില്ല. എൻ്റെ പൊന്നു ചേച്ചി, കഴിഞ്ഞ 1-2 വർഷമായിട്ട് അവർ തമ്മിൽ റിലേഷനില്ല. അത്ര പെട്ടെന്നൊക്കെ ഒരാൾക്കത് മറക്കാനൊക്കെ ആവുമോ? അത് മാത്രമല്ല, അവരുടെ റിലേഷൻ ഏത് രീതിക്കുള്ളതെന്ന് ചേച്ചിക്ക് അറിയാലോ. പിന്നെ ഒരാളെ നന്നായെന്ന് പറഞ്ഞ് അതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഈ പോക്കത്ര പന്തിയല്ല മോളെ, എത്രയും പെട്ടെന്ന് ഇതങ്ങ് മാറ്റിയില്ലെങ്കിലേ ആകെപ്പാടെ വിഷയമാകും എന്ന് അലീന കൃഷ്ണയോട് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്താ ചേച്ചി ചെയ്യുക? നമ്മൾ പുറകെ പോകാൻ പറ്റില്ലല്ലോ. അച്ഛനോട് പറഞ്ഞാൽ ആകെപ്പാടെ വിഷയമാകും. വീണ്ടും പഴയതുപോലെ അടിയും വഴക്കൊക്കെ ആവും. നമ്മളാ പറഞ്ഞു തന്നാൽ ചേച്ചിക്ക് നമ്മളോട് ദേഷ്യമാകും. അലിന ചേച്ചിയോട് പ്രത്യേകിച്ച്. പിന്നെ അമ്മയുടെ കാര്യം പറയണ്ടല്ലോ, അമ്മയ്ക്ക് ഒന്നും അറിയണ്ടല്ലോ, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം. നമുക്ക് രോഹിത്തിനോട് പറഞ്ഞാലോ? അത് ശരിയാ, രോഹിത്തിൻ്റെ ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ പെങ്ങന്മാരുടെ ചെറിയ കെയറിങ് ഒക്കെ പണ്ടേ ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ പോയിട്ട് കൃഷ്ണ അലീനയും കൂടെ നേരി രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നേരത്തെ ഒരു തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, 1 അല്ല 2 തവണ. ആരുമില്ലഞ്ഞൊരു സമയത്തും ഞാൻ ഈ വീട്ടിൽ വെച്ച് 2 പേരെയും കണ്ടതാ. അന്ന് ഞാൻ അവനെ ചൂലുകൊണ്ട് അടിച്ചിറക്കി വിട്ടതാ. പല പല സ്ഥലങ്ങളിലും ഇവരൊരുമിച്ച് പോകാറുമുണ്ട്. മനുവേട്ടൻ എന്നോട് പറഞ്ഞതാ. മനുവേട്ടൻ്റെ ഫോണിലും അതിൻ്റെ വീഡിയോ ഉണ്ട്. ആ ഒരു കാര്യം പറഞ്ഞ് മനുവേട്ടൻ അവളെ വഴക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യണം രോഹിത്തെ, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പം ഞാനൊന്ന് നോക്കട്ടെ ചേച്ചി എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് ഹരിയെ പിടിച്ചപ്പോൾ ഹരിയുടെ ഫോണിൽ നിന്നും ഇവളുടെ ഒരു വീഡിയോ കിട്ടിയിരുന്നു. അന്ന് അവർ പറഞ്ഞത് കേട്ടതാ. ഇവളും വേറേതോ പയ്യനുമായിട്ട് എന്തോ റിലേഷനുണ്ട്. അത് ഈ ഹരിയാണെങ്കിൽ മൊബൈലിൽ പിടിച്ചിട്ടാ അന്ന് അവളെ ഭീഷണിപ്പെടുത്തിയത്. എന്തായാലും അന്ന് അവളതിന് വഴങ്ങാതെ അവൻ്റെ ഫോൺ തല്ലിപ്പെട്ടിച്ചത് ഭാഗ്യമായി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഇല്ലടാ, ആ മനുവേട്ടൻ്റെ ഫോണിലേക്ക് അത് അയച്ചതേ ഹരിയുടെ വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കിട്ടിയ വീഡിയോയാ. ആ വീഡിയോ എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് ആർക്കറിയാം. ഹരിയാണ് ആ വീഡിയോ വേറൊരുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തത്. അത് എത്ര പേരെ കൈമറിഞ്ഞു എന്നും ആർക്കറിയാം. ഇതൊന്നും മനസ്സിലാക്കാതെയാണല്ലോ ബബിത ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. നീ എന്തായാലും ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് ഡീൽ ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ രോഹിയാണെങ്കിൽ അപ്പോൾ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങാണേ. അവൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടി വിളിക്കുന്നുണ്ട്. നീ അമ്മൽ എവിടെയാണ് പോയേക്കുന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പോണത്. ഈ സമയത്ത് ബാലൻ കടയിലേക്ക് പോകാൻ ഇറങ്ങാണ്. ബബിത പോയോ? ബബിത പോയച്ചാ. അല്ല, ബൈക്കിൻ്റെ സൗണ്ട് കേട്ടോ. രോഹി എവിടെ പോയതാ? അല്ല, ചുമ്മാ വന്ന് പുറത്തേക്ക് കറങ്ങാൻ പോയതാ. അവനിപ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ ആയോ? ആ, കുറച്ചൊന്ന് ലോങ് ഡ്രൈവ് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് പോയി. എത്ര നേരമെന്ന് വെച്ചാൽ അവൻ മുറിയിൽ പൂട്ടിയിരിക്കുന്നത്. ആ, എന്നാൽ ശരി, ഞാൻ പോവാ, ഡോർ ലോക്ക് ചെയ്ത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടുന്ന് ഇറങ്ങാണേ. ഇതേ സമയത്ത് രോഹിയാണെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ടിനെ കൊണ്ട് അമലിനെ വിളിപ്പിക്കുകയാണ്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പാലയിൽ നിന്നും ഒരു അരമണിക്കൂർ ദൂരത്തിൽ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. ആ ഒരു റിസോർട്ടിലേക്ക് പോവാണ്. എൻ്റെ കൂടെ എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് അമൽ ആ പയ്യനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ പയ്യൻ വിളിച്ച് രോഹിയുടെ ഫ്രണ്ടിനോട് പറയാണ്. അങ്ങനെ ആ ഒരു റിസോർട്ടിലേക്ക് രോഹിയും ഇവനും കൂടി വെച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ബൈക്കിന്.
ഇതേ സമയത്ത് രോഹി അലീനയും നമ്മുടെ ബബിതയും അമലും കൂടിയിട്ട് ആ റിസോർട്ടിലേക്ക് ചെല്ലാണ്. ബബി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനായിപ്പോൾ ഈ റിസോർട്ടിലേക്കൊക്കെ വരുന്നേ? നീ എന്താ ഒന്നും അറിയാത്ത പോലെ ആദ്യമായിട്ടാണോ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലും പിടിച്ചുകൊണ്ട് റിസോർട്ടിനുള്ളിലേക്ക് കയറാണ്. അങ്ങനെ റൂമിനുള്ളിലേക്ക് കയറിയ ഉടനെ അവളെ ഹഗ് ചെയ്യാൻ വരുമ്പോൾ ബബിത പറയുന്നുണ്ട്, അമലെ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട. നമ്മളുടെ മുമ്പിൽ ഇനി ഒരു ലക്ഷ്യം വേണം. നമുക്ക് പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കണം. അല്ലാതെ ഇതൊന്നും അല്ലല്ലോ ലൈഫിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അമൽ ചോദിക്കാണ്, നിനക്കെന്താ ഇങ്ങനൊരു മാറ്റം? ഇത്രയും നാള് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അല്ല, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പം എന്നെ തെറ്റ്? കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഇനി അത് വേണ്ട. എൻ്റെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. പഠിച്ച് നല്ല രീതിക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിക്കണം. അതിനുശേഷം മതി നമ്മളുടെ ഈ ഒരു ഇതൊക്കെ. എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പം അമൽ പറയാണ്, നീ ഇത്ര സില്ലി ആവല്ലേ, നിനക്കിപ്പോൾ എന്താ പറ്റിയത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത്രയും ദൂരം റിസ്ക് എടുത്ത് നമ്മൾ വന്നല്ലേ, പിന്നെ നമ്മൾ ആ അവസരം നശിപ്പിച്ചിട്ട് പോണോ എന്നൊക്കെ ചോദിക്കുമ്പം ബബി ചോദിക്കാണ്, നിനക്ക് അതിനുവേണ്ടി മാത്രമാണോ നീ വരുന്നത്? നിനക്കപ്പോൾ എന്നോട് സ്നേഹമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പം സ്നേഹമുണ്ട് ബബി, അതുകൊണ്ടല്ലേ എന്ന് പറയാണ്. ബബിത പറയുന്നുണ്ട്, അത് പിന്നെ കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, എനിക്ക് നല്ല പേടിയാ. നമുക്കൊന്നും വേണ്ടി ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ, അതോടെ പ്രശ്നം തീരുമല്ലോ. അതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ സിറ്റുവേഷനൊക്കെ എല്ലാം തകിടം മറിഞ്ഞ് കിടക്കുക. അതിൻ്റെ കൂടെ ഞാനോട് ഇങ്ങനെയായ ശരിയാവില്ല അമ്മലേ. അതുകൊണ്ടാ. രോഹിയുടെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാനും മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പഴയ സ്വഭാവത്തിൽ നിന്നെല്ലാം വിട്ടു നിന്ന് ഒരു പുതിയ മനുഷ്യനാവണം. എല്ലാവരും സ്നേഹിക്കണം, അതുപോലെ നന്നായി പഠിക്കണം. ഈ പ്രാവശ്യം ടോപ്പർ ഞാനാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മെഡിസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർന്ന് നന്നായി പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയാണ്. എന്ത് പറ്റി ബബി നിനക്ക്? കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചാലും നല്ല രീതിക്ക് സംസാരിക്കാറില്ല, പണ്ടത്തെ പോലെ ചാറ്റിംഗ് ഇല്ല, മെസ്സേജ് ഇല്ല, എന്താ പറ്റി നിനക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവളെ കയറി ഹഗ് ചെയ്യുമ്പം, വിട് അമലേ, നമുക്ക് പോകാം. വീട്ടിലറിഞ്ഞാൽ വലിയ വിഷയമാകും. സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിക്ക് ബബി, അവിടെ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര റിസ്ക് എടുത്താ ഇങ്ങോട്ടേക്ക് വന്നത്? അതും ഒരു റിസോർട്ടിൽ റൂമും എടുത്ത് വെറുതെ അങ്ങ് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, നീ എന്താവാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പം നീ എന്നെയല്ലേ സ്നേഹിച്ചത് എന്ന് ചോദിക്കാണ്. ബബി, എനിക്ക് ഇതിനോട് ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ രോഹിത്തും ആ ഫ്രണ്ടും കൂടി ആ ഒരു റിസോർട്ടിലേക്ക് അന്വേഷിച്ചെത്തിയിട്ടോ. റിസപ്ഷനിൽ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയുടെ വന്നിരുന്നോന്ന് ചോദിക്കുമ്പം അയാൾ വന്നിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂം നമ്പറും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ റൂമിൻ്റെ വാതിൽക്കൽ പോയിട്ട് രോഹി മറ്റു ഫ്രണ്ടും കൂടിയിട്ട് ഡോറ് മുട്ടുമ്പോഴേക്കും ബെല്ലടിക്കുമ്പോഴേക്കും അവനാണെങ്കിലോ അമൽ പറയാണ്, ഈ നാശിച്ച സമയത്ത് ഇത് ആരാണോ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് റൂം തുറക്കുമ്പം കാണുന്ന രോഹിത്തിനെ ആയിരിക്കും. രോഹിത്തിനെ കണ്ട് അമലെന്ന് ഷോക്കാവാണ്. ബബി അതുപോലെ ഞെട്ടി നിൽക്കുമ്പോഴേക്കും രോഹിത്തിൻ്റെ വക ഒരു കിണ്ണം കാഴ്ച ചവിട്ടാണ് കേട്ടോ നമ്മുടെ അമലിൻ്റെ നെഞ്ചത്തേക്ക് അമൽ തെറിച്ചു പോയി വീഴുന്നുണ്ട്. എടാ, നീ എൻ്റെ പെങ്ങളെയും കൂട്ടിക്കൊണ്ട് ഇതിലേ വരുമല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് നന്നായിട്ട് അടി കൊടുക്കാണ്. ബബിത രോഹിയേട്ടാ മാറ് എന്നും പറഞ്ഞ് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും അവളുടെ കവളത്ത് ആഞ്ഞൊരു അടി കൊടുക്കുന്നുണ്ട്. അടിച്ച് ശരിയാക്കി കളയുന്നതിന് ഞാൻ. ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞിറങ്ങിയിട്ട് കണ്ടവന്മാരുമായിട്ട് റിസോർട്ടിൽ കറങ്ങാലടി എന്നും പറഞ്ഞുകൊണ്ട് അടിക്കാണ്. അപ്പോഴേക്കും ബബിത മിണ്ടാതെ കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പോയിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അമലിനെ ഇടിച്ച് ഇഞ്ചി പരുവാക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് ബബി പറയുന്നുണ്ടെങ്കിലും രോഹി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രോഹി നല്ല അടിവെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് അവളുടെ കയ്യിലും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് റിസപ്ഷനിൽ പോയിട്ട് പറയാണ്, അവനെ ഞങ്ങൾ പഞ്ഞിക്കിട്ടുണ്ട്. ഒരു പുരുഷനും സ്ത്രീയും വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് മേടിച്ച് നോക്കണമെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലേ? ഇവർക്ക് 18 വയസ്സോളം തികഞ്ഞിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചാലേ നിങ്ങളും കൂടി തൂങ്ങും എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് രോഹി അവിടെ നിന്ന് ബബിതയെ വിളിച്ചുകൊണ്ട് പോവാണേ. അങ്ങനെ ആ ഒരു റിസോർട്ടിലെ റിസപ്ഷനിസ്റ്റും ബാക്കി എല്ലാവരും കൂടി ഓടിച്ചെന്ന് അമലിനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ രോഹി ബബിതയുമായിട്ട് നേരെ നെടുമ്പുരയിലേക്ക് കയറി വരാണേ. ബബിതേനെ കൊണ്ടുവരുന്നത് കാണുമ്പം അലിനയ്ക്കും കൃഷ്ണയ്ക്കും വലിയ സന്തോഷവും സമാധാനമൊക്കെ ആവുന്നുണ്ട്. അവർ രോഹിയോട് പറഞ്ഞിരുന്നു തങ്ങളാണിത് പറഞ്ഞു വിട്ടേന്ന് അവൾ അറിയരുത് എന്ന്. കാരണം അറിഞ്ഞാൽ പിന്നെ വീണ്ടും അലീനയോട് ദേഷ്യമായിരിക്കുമല്ലോ. അതുകൊണ്ട്
അങ്ങനെ അവിടുന്ന് വീട്ടുമുറ്റത്ത് ബൈക്കിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി വരികയാണ് ബബിത. അവളുടെ കവളൊക്കെ ചുമന്ന് തുടുത്ത് കിടപ്പുണ്ട് കേട്ടോ. അതിന് ചോദിക്കാണ്, അല്ല നീ കോളേജിലേക്ക് പോയതല്ലേ, നിന്റെ കവളത്ത് എന്ത് പറ്റി, എന്താ രോഹിത്ത്, എന്താ സംഭവിച്ചേ, ഇവളെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ പറയുമ്പം 3 പേരും അകത്തേക്ക് കയറ്, ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റി കതക് ലോക്ക് ചെയ്യാണ്. വണ്ടി വരുന്ന ശബ്ദവും ഇവരുടെ സംസാരവും എല്ലാം വൈജ അകത്തിരുന്ന് കേൾക്കുന്നുണ്ടേ. ഈ സമയത്ത് എന്താ പറ്റിയേ, എന്താ സംഭവിച്ചെന്ന് പറ എന്ന് പറയുമ്പം ബബിത ഒന്നും മിണ്ടുന്നില്ല. ഇവള് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോയെന്നറിയോ, ആ മറ്റവനുണ്ടല്ലോ, ആ മുടിയൻ, ഒരു അമല്, അവൻ്റെ കൂടെ റിസോർട്ടിൽ കറങ്ങാൻ പോയതാ. ഞാനെന്നിപ്പോൾ റിസോർട്ടിൽ 2 പേരും ഒരു മുറിയിൽ ചേ എന്ന് പറയുന്നുണ്ട്. ബബിത അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ മോളെ ഇത്, നിന്റെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചതാ. നീ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണോ എന്ന് ചോദിക്കുമ്പം ചേച്ചി അതങ്ങനല്ല, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയതാ. അപ്പോഴേക്ക് രോഹി ചോദിക്കാണ്, പറഞ്ഞ് മനസ്സിലാക്കാൻ റിസോർട്ട് റൂം എടുത്താണോടി പോകേണ്ടത്, പുറത്ത് എവിടെ വേണമെങ്കിലും വെച്ച് കാണാമല്ലോ, അല്ലെങ്കിൽ ഫോണിൽ പറഞ്ഞാലും പോരെ. ഞാൻ ചെന്നപ്പോൾ 2 പേരും കൂടി ഒരു മുറിയിൽ, അത് കണ്ട് എൻ്റെ രക്തം തിളച്ച് കയറുമായിരുന്നു. അമലിനെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് രോഹി പോയിട്ട് ബബിയോട് പറയുന്നുണ്ട്, നീ ഇപ്പം മനസ്സ് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നെ പറയാനെന്ന്. ശരിയാ, എനിക്കങ്ങനെ ഒരു യോഗ്യതയില്ല. കാരണം ഏതോ ഒരു പെൺകുട്ടി, ഏതൊക്കെയോ സഹോദരന്മാരൊരു പെങ്ങളെ ഞാനും ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവനാ. ഹരിയുടെ കൂടെ കൂടി ആ പെണ്ണിനെ കൊണ്ട് ആ പെണ്ണിൻ്റെ കേസിൽ ഞാനും ഇൻവോൾവ് ആവാൻ തന്നെയാ. എനിക്കറിയാം ഞാനും തെറ്റുകാരനാ. അതിൽ നിന്നൊക്കെ ഞാനിപ്പോൾ പാഠം പിടിച്ച് പുതിയൊരു മനുഷ്യനായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ നിന്നോട് ഞാൻ പറഞ്ഞത്. അന്ന് ഷർണയെ വിശ്വസിച്ച് കൂടെ പോയത് ഹരിയുടെ. ഇതുപോലെ തന്നെയായിരുന്നു അവരും 1 വർഷത്തോളമായിട്ട് റിലേഷനിലായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് റിസോർട്ടിലേക്കും അവൻ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആ പെൺകുട്ടി പോയില്ല. അവസാനം അറ്റകൈക്കാ അവൻ അങ്ങനെ ഒരു ചതി ചെയ്തത്. ആ പെൺകുട്ടിക്കും ഹരിയെ വലിയ വിശ്വാസവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെയാണല്ലോ ഇപ്പം നിനക്ക് അമലിനോടും. ഏട്ടാ, അമൽ അങ്ങനൊന്നുമല്ല, അമൽ നന്നായി സ്നേഹിക്കുന്നവനാ. ഇത്രയും കാലമായിട്ടും അങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവൻ്റെ എല്ലാ താളത്തിനും സപ്പോർട്ട് ചെയ്ത് നീ നിന്നു കൊടുക്കുമല്ലോ, അതുകൊണ്ടാ. അല്ലെങ്കിൽ കാണായിരുന്നു. ഹരിക്കും ശരണുള്ള ദേഷ്യം അതായിരുന്നു. അവൻ്റെ എല്ലാ ഒരാഗ്രഹത്തിനും അവളെ വഴങ്ങിയില്ല. അതുകൊണ്ടാ അവൻ അവസാനം ഇമ്മാരൊരു പണി കാണിച്ചത്. ശരണയുടെ അവസ്ഥയായിരിക്കും അവസാനം നിന്റേതും. അവൻ കുറെ കൂട്ടുകാരും കൂട്ടി റിസോർട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ നീ എന്ത് ചെയ്താനെ? നിനക്കുള്ള കഴിക്കാനുള്ള തന്നിരുന്ന ഫുഡിൽ ഇതുപോലെ മയക്കുമരുന്ന് ചേർത്തിന് റേപ്പ് ചെയ്താൽ നീ എന്ത് ചെയ്താനെ എന്ന് ചോദിക്കാണ്. തലയും കുറിച്ച് നിൽക്കാം കേട്ടോ ബബിത. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാ. ഞാൻ കാരണം നിങ്ങളെല്ലാം അപമാനിതരായില്ലേ. നിനക്ക് കോളേജിൽ പോകാൻ പറ്റിയോ? കൃഷ്ണയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റിയോ? അച്ഛന് കടയിലേക്ക് പോകാൻ പറ്റിയോ? എല്ലാവരും പുറത്തിറങ്ങാൻ വയ്യാ നാണം കെട്ട് നടക്കല്ലായിരുന്നോ? അടുത്ത് ഇനി നിന്റെ കേസിലായിട്ട് അങ്ങനെ വേണോ എന്ന് ചോദിക്കാണ്. ഇപ്പോഴാണ് നമ്മുടെ കുടുംബം ഒന്ന് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുറച്ചെങ്കിലും ഒന്ന് പോണത്, നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നത്. അതിനിടയ്ക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ ബബി എന്ന് ചോദിക്കാണ്. ഏട്ടാ, സത്യമായിട്ടും ഇതൊന്നും വേണ്ട എന്ന് പറയാനാ ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ആ സമയത്താ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നതും. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. രോഹി പറയുന്നുണ്ട്, അമലിന്റെ കാണ്ഡവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൻ നിന്റെ പിന്നാലെ ഒരിക്കലും വരില്ല. ഇനി നമ്മളുടെ എല്ലാ ലക്ഷ്യം പഠിത്തം മാത്രമായിരിക്കണം. പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കണം. അതായിരിക്കണം നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം. അല്ലാതെ ഇമാതിരി ചീപ്പ് കേസുകളിലൊന്നും നമ്മളിനി ഒരിക്കലും പോയി തലയിട്ട് കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ബബുദിയോടും കൃഷ്ണയോടും കൂടിയാ പറയുന്നത്. നമുക്കിനി നമ്മുടെ ലൈഫ് നോക്കണം. അച്ഛനും അമ്മയും ഏത് നേരം അടിയും വഴക്കാട് നടക്കുക. അതിനിടയിൽ നമ്മളെ 3 പേരും തെന്നിച്ചെറിച്ച് കിടക്കുകയായിരുന്നു. ആലോചിച്ച് വന്നേ പിന്നെയാ നമ്മളെ 3 പേരും ഒരുമിച്ചത്. ആ ഒരു ഓർമ്മ നമുക്ക് എല്ലാവർക്കും വേണം. ഇനി ഇമാതിരിയുള്ള മോശപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ രോഹി എന്നും പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറി പോവാണ്. ഈ സമയത്ത് അവിടുന്ന് വൈജ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ഡാ രോഹി ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറയുന്നുണ്ട്. തിരിച്ച് രോഹി ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് ഇവിടെയൊക്കെ സംഭവിക്കുന്നത്? ഇവൾ ഏതവൻ്റെ കൂടെയാടാ പോയത് എന്ന് ചോദിക്കാണ്. അമ്മ ഇവിടെ ഉണ്ടല്ലോ, ജീവനോടല്ലേ. സ്വന്തം മകള് ഇങ്ങനൊരു കാര്യം കാണിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയ്ക്ക് തന്നെയാ. അവൾ എവിടെയാ പോണേ, എങ്ങോട്ടാ പോണേ, ആരെ സംസാരിക്കുന്നേ, അവൾ എപ്പോഴാ ഉറങ്ങുന്നത്, എല്ലാം അന്വേഷിക്കുന്ന ഉത്തരവാദിത്തം ഒരമ്മയ്ക്കാ.
ഒരച്ഛന് ഒരു മകളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു അമ്മയ്ക്ക് അതിന് സാധിക്കുമല്ലോ. അമ്മ എപ്പോഴെങ്കിലും കൃഷ്ണയും ബബിത എന്താ ചെയ്യുന്നേ, അവരെപ്പോഴാ ഉറങ്ങുന്നേ, അവരുടെ ഫ്രണ്ട്സ് ആരാ, അവരുടെ ക്ലാസ് ടീച്ചർ ആരാ, എന്തെങ്കിലും അമ്മയ്ക്ക് അറിയോ എന്ന് ചോദിക്കാണ്. എടാ, ഇതൊക്കെ അറിയേണ്ട ആവശ്യം എനിക്കെന്താ എന്ന് ചോദിക്കുമ്പം ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അമ്മയ്ക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ മാത്രം, അമ്മയുടെ വാശി മാത്രം, അമ്മയ്ക്ക് അത് മാത്രം നടന്നാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവളൊക്കെ കാണുന്ന തോന്നിവാസത്തിന് ഞാനിവിടെ പിന്നാലെ പോണോ എന്ന് ചോദിക്കാണ്. അമ്മ ഒറ്റ എഴുത്ത് കാരണം ഞാനിങ്ങനെ ആയത്. ചെറുപ്പം തൊട്ടേ അമ്മമാരും ആൺമക്കളെ പറഞ്ഞു വളർത്തണം. സ്ത്രീ എന്താണെന്നും അവളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നും അവളുടെ ശരീരം എന്താണെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരമ്മയുടെ കടമയാ. പക്ഷെ അമ്മ ഇന്നേ വരെ അങ്ങനൊന്നും പറഞ്ഞിട്ട് കൂടിയില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ആമ്പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അതെന്ത് വർത്താനം അമ്മ പറഞ്ഞെന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം അതിലെല്ലാം എനിക്ക് കുറ്റബോധമുണ്ട്. പക്ഷേ ബബിതയോടും കൃഷ്ണയോടെങ്കിലും അമ്മ പറഞ്ഞു കൊടുക്കണമായിരുന്നു, അവരെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമെങ്കിലും. പക്ഷെ അമ്മയ്ക്ക് അതിനും നേരെയില്ല. അമ്മയ്ക്ക് അമ്മയുടെ വാശിയും വരികയും മാത്രമേ നേരമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കയറി പോവാണ്. ഈ സമയം ബബിതയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏതവൻ്റെ കൂടെയാടി നീ പോയത് എന്ന് ചോദിക്കുമ്പം രോഹിയേട്ടൻ പറഞ്ഞത് അമ്മയെ കേട്ടതല്ലേ, എൻ്റെ ഒരു കാര്യങ്ങളും അന്വേഷിക്കണം ഇന്ന് വരെ അമ്മ വന്നിട്ടില്ല, പിന്നെ എന്തിനാ ഇപ്പൊ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ബബിത റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്യാനിട്ട് ദേഷ്യപ്പെട്ട് ഡി എന്ന് വിളിച്ചുകൊണ്ട് വൈദ്യുതി കിടന്ന് അലറുന്നുണ്ട്. കൃഷ്ണനെ പറയുന്നുണ്ട്, ചേച്ചിയും ചേട്ടന് പറഞ്ഞത് 100% ശരിയാ. കുഞ്ഞിലെ മുതലേ ഞങ്ങളെ അമ്മ വാത്സല്യത്തോട് സംസാരിച്ചിട്ടുണ്ടോ? എപ്പോഴും ദേഷ്യവും വഴക്കും മാത്രം. അച്ഛനോടും അങ്ങനെ തന്നെ. സ്നേഹം എന്താണെന്നോ അമ്മയുടെ ശാന്തമായ സ്വഭാവം എന്താണെന്നോ ഇന്നേ വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെ സ്നേഹത്തോടെ നോക്കിയിട്ട് കൂടിയില്ല. എപ്പോഴും ദേഷ്യവും വൈരാഗ്യവും മാത്രം, ആരോടെങ്കിലൊക്കെ ദേഷ്യം. അമ്മയുടെ ഈ സ്വഭാവം കാരണം ഈ കുടുംബം ഇത്രയധികം തകർന്നു പോയത്. അച്ഛനും ഞങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് കാരണക്കാരി അമ്മ മാത്ര എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് കയറി മുറിയിലേക്ക് പോവാണേ. ഇതെല്ലാം കാട്ടി വായിച്ച ആകെപ്പാടെ സ്റ്റക്കായി നിൽക്കായിരിക്കും. അപ്പോഴാണ് നമ്മുടെ അലീന മുമ്പിൽ നിൽക്കുന്നത്. നീ ഒറ്റയിരുത്തി കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ എൻ്റെ മക്കളെയെല്ലാം പറഞ്ഞ് തിരിപ്പിക്കുകയല്ലേ. എല്ലാവരും ഇപ്പം എൻ്റെ നേരെ തിരിഞ്ഞിരിക്കുക. ഞാനിതുവരെ അവർക്കൊന്നും ചെയ്തിട്ടില്ല പോലും, അവരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പോലും. എല്ലാം ഇപ്പം ഞാനാണല്ലോ കുറ്റക്കാരി. അപ്പം അതിനെ പറയാണ്, അവർ പറഞ്ഞത് 100% സത്യമാണ്. ചെറുപ്പത്തിലെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന മുതൽക്ക് കാണുന്നതാ, നിങ്ങളുടെ മുഖത്ത് ഒരു ചിരി പോലും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും മക്കളാണെങ്കിലും ദേഷ്യം മാത്രം. മക്കളെ ഇങ്ങനെയല്ല വളർത്തുന്നത്. ഓ, നീ പിന്നെ 5-6 ആളമാല പെറ്റി വളർത്തിയാണല്ലോ, അതുകൊണ്ട് നിനക്കറിയാലോ എന്ന് പറയുമ്പം ഞാൻ പ്രസവിച്ചില്ലെങ്കിലും സ്നേഹസദനത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു എന്നെക്കാളും താന്നവർ. അവരെല്ലാം നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തിയത് ഞാൻ തന്നെയാ. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ട്. പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എന്ന് പറയാണ്. നീ കാരണമാടി ഇതെല്ലാം സംഭവിച്ചത്. നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം മുടിഞ്ഞത്. നിന്റെ കാലെന്നെടുത്ത് തറവാട്ടിലേക്ക് വെച്ചോ, അന്നേ നശിച്ചു എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറി പോവാണേ. അങ്ങനെ വൈകുന്നേരം രോഹിയുടെ മുറിയിലേക്ക് ബബിത ചെല്ലുന്നുണ്ട്. ഈ സമയം അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കണ്ടിട്ട് ബാലന് പോയിട്ട് ആ മുറിയുടെ വാതിൽക്ക് നിൽക്കാം കേട്ടോ. എന്താണ് ഇവരെന്തോ സംസാരിക്കുന്നത്, എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി ബാലൻ അവിടെ പോയി നിൽക്കാണ്. രോഹിയപ്പോൾ ബുക്കും വായിച്ചുകൊണ്ട് കിടക്കാണ്. അങ്ങോട്ടേക്ക് ബബി ചെല്ലുന്നുണ്ട്. ചെന്നിട്ട് രോഹിയേട്ടാന്ന് വിളിക്കുമ്പം എന്താ ബബി എന്ന് ചോദിക്കുകയാണ്. രോഹിയേട്ട എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല, ഞാൻ അതിനോട് ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ നിന്നെ തല്ലിയില്ലേ, അത് നീ ക്ഷമിച്ചു കളാം. ഇനി ഒരിക്കലും അവനുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട. അന്വേഷിച്ചിടത്തോളം അവൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ച് ഒരു ജോലി വാങ്ങിക്ക്. ഇമാതിരി പരിപാടിയൊന്നും അതിനിടയ്ക്ക് കാണിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് ശരിക്കുള്ള ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ജോലിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം പറയുകയാണെങ്കിൽ അച്ഛന് അത് ഉറപ്പായി സമ്മതിച്ചു തരും. അല്ലെങ്കിൽ ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യാം. അതുവരെ ഇമാതിരി കേസിലൊന്നും പോയി ചാടരുത് എന്ന് പറയുമ്പം ഇല്ല രോഹിയേട്ടാ, ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. സാരമില്ല, നീ പോയിക്കോ, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുമ്പം നീ വിഷമിക്കാതിരുന്നാൽ മതി. ഞാൻ ആദ്യമായിട്ടല്ലേ നിന്നെ തല്ലിയത്, അതോർത്ത് നീ വിഷമിക്കരുത് എന്ന് പറയുമ്പം അത് സാരില്ല രോഹിയേട്ടാ, ഒരേട്ടൻ്റെ സ്ഥാനവും ഒരേട്ടൻ്റെ അധികാരം കൊണ്ടല്ലേ രോഹിയേട്ടൻ അതൊക്കെ ചെയ്തത്. അത് ഓർക്കുമ്പം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ബബി ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാണേ.
അപ്പോൾ ഈ ഒരു കാര്യം ഏതാണ്ടൊക്കെ നമ്മുടെ ബാലിന് മനസ്സിലാവാണ്. അപ്പോൾ ഒരു ഏട്ടൻ്റെ കെയറിങ് കൊടുത്ത് അവളെ അത്രത്തോളം അവൻ കെയർ ചെയ്തല്ലോ, അത് ഓർത്തുകൊണ്ട് ബാലിന് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ അവളാണെങ്കിലും പോയി സോറി പറയുകയും ഇനി ഒരിക്കലും തെറ്റാവർത്തിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അതും കേട്ടുകൊണ്ട് നമ്മുടെ ബാലിൻ്റെ മനസ്സ് ആകെപ്പാടെ നല്ല സന്തോഷമാവാണ്. ഞാനില്ലെങ്കിലും എൻ്റെ മക്കളെയും കുടുംബവും അവൻ പൊന്നുപോലെ നോക്കിക്കോളും എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ അച്ഛൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ താഴേക്ക് പോയിട്ട് അലീനയുടെ ബാലേന്ദ്രൻ എന്താണ് കാര്യം തിരക്കാണ്. അപ്പോൾ ഇതുപോലൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെ രോഹിയെ പറഞ്ഞയച്ചു, രോഹികളെ പിടിച്ചുകൊണ്ട് വന്നു, അങ്ങനെ പ്രശ്നമെല്ലാം സോൾവ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, അപ്പം ഞാനറിയാതെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലേ അച്ഛൻ ഒന്നാമത് തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞു. ഇനി അച്ഛനെ ഒന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ എല്ലാ പ്രശ്നവും സോൾവ് ആയില്ലേ. അച്ഛനറിഞ്ഞാൽ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആകെപ്പാടെ നശിപ്പിച്ചേനെ. ഇപ്പോൾ രോഹി ആയതുകൊണ്ട് അത് കണ്ടോ, നല്ല രീതിക്ക് ഡീൽ ചെയ്തില്ലേ, അവർ സഹോദരങ്ങൾ ഒന്നുകൂടി അടുത്തില്ലേ എന്നൊക്കെ പറയാണ്. ഓഹോ, അപ്പം ഞാനവിടുത്തെ പ്രശ്നക്കാരിയല്ലേടി ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എങ്കിലും സാരമില്ല, എൻ്റെ മക്കളിപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായാലോ, എനിക്കത് മതി. അവളോട് പറയുന്ന കേട്ടു, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന്. അത്രയും സമാധാനം കിട്ടിയാൽ മതി എനിക്ക് പറയുമ്പോൾ. എങ്കിലും അവളെന്ന് സൂക്ഷിക്കണം. ഇനിയിപ്പോൾ രോഹിയുടെ കണ്ണ് അവളുടെ മേത്തുണ്ടായിരിക്കും, അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആ ഒരു സമാധാനത്തിൽ ആ ഒരു പ്രശ്നം സോൾവ് ആവാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അലീന കോഫിയുമായിട്ട് ബബിതയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ബബിത ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ട് എഴുന്നേറ്റിങ്ങനെ ഇരിക്കുകയാണ്. മോളെ, ദേ ചായ. എന്ത് പറ്റി മുഖത്തൊക്കെ ഒരു വല്ലായ്മ പോലെ? ഇന്നലെ രോഹി അടിച്ചേനാണോ? അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ചേച്ചി, അതല്ലേ ചേച്ചി, ആകെപ്പാടെ ഞാൻ വല്ലാത്ത ഒരു പ്രയാസത്തിലാ. ചേച്ചിനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്താ മോളെ കാര്യം പറ എന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് അറിയാലോ, ഞാനും അമലും തമ്മിൽ അത്ര നല്ല റിലേഷനൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അലീന പറയാണ്, എനിക്കതൊക്കെ മനസ്സിലായ കാര്യമാണ്. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് ഞാനത് മനസ്സിലാക്കിയതാ. ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല, എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയുമ്പോഴേക്കും അത് കേട്ട് അലീന ആകെപ്പാട് ഞെട്ടി നിൽക്കാണ്. മോളെ, നീ എന്താ ഈ പറയുന്നേ? നീ പറയുന്നതിന് ഗൗരവം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, അറിയാതെ എനിക്ക് അബദ്ധം സംഭവിച്ചു പോയതാ. അത് പിന്നെ ഞങ്ങൾ പല സമയത്തും ഇങ്ങനെ റിലേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ എനിക്കെന്തോ നല്ല പേടിയുണ്ട് ചേച്ചി. ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ട് 1 മാസമായി, ഇന്നേ വരെ എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല. എനിക്കതുകൊണ്ട് നല്ല പേടി ചേച്ചി, എന്നെ സഹായിക്കണം. ഈ കാര്യം മറ്റാരും അറിയരുത് എന്ന് പറയുമ്പോഴേക്കും അലീന ഡോർ ലോക്ക് ചെയ്യാണ്. ഇനിയിപ്പം എന്ത് ചെയ്യും മോളെ? എന്തെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ അതോടെ അവസാനിച്ചു. മോളുടെ അച്ഛൻ്റെ കാര്യം ആലോചിച്ച് നോക്കി, ഇപ്പോൾ തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞു. ഇനി മോളുടെ പേരിലും കൂടി ഒന്നായാൽ ആ പാവത്തിന് അത് സഹിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്. ചേച്ചി, അതെല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചു പോയി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് കരയാണ്. ചേച്ചി, ദേ ഞാൻ ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നേ. അത് തൊടാൻ പോലും എനിക്ക് പേടിയാവോ ചേച്ചി, എന്നെ സഹായിക്കണം എന്നൊക്കെ പറയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും നമ്മളതിനെ ധൈര്യമായിട്ട് നേരിടണം മോളെ. മോള് പോയിട്ട് ദേ ഇതിനകത്ത് കുറച്ച് യൂറിൻ പിടിച്ചോണ്ട് വാ എന്നും പറഞ്ഞയക്കാണ്. അങ്ങനെ ബബി പോയിട്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ആ ടെസ്റ്റ് കിറ്റിലേക്ക് ആ ഒരു സാമ്പിൾ ഒഴിക്കുകയാണ്. 2 പേരും ആകാംക്ഷയോടെ നോക്കിങ്ങനെ ഇരിക്കുകയാണേ, പേടിയോടെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് അതിൽ സിംഗിൾ ലൈൻ മാത്രമേ വന്നല്ലോ കേട്ടോ. ബബിയുടെ കാര്യത്തിൽ അത് നെഗറ്റീവാണെന്ന് മനസ്സിലാവാണ്. അത് കണ്ടപ്പോഴും നമ്മുടെ അലീനയ്ക്ക് ശ്വാസം നേരെ വീണത്. അലീനനെ ബബി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചേച്ചി, ഞാൻ ആകെപ്പാടെ പേടിച്ച് വിറച്ചു പോയി. വല്ലാത്തൊരു അവസരമായിരുന്നു ഞാൻ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്നും ഇനി ആരും കാണണ്ട, കണ്ടു വെറുതെ പ്രശ്നമാകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം അവിടുന്ന് ക്ലീൻ ചെയ്ത് ഒരു കവറിലാക്കി മാറ്റുകയാണ് അലീന. ബബി, ഇനിയെങ്കിലും നീ നിന്റെ ശരീരത്തിനെ മനസ്സിനെ സൂക്ഷിക്കണം. ഇനി അമലിനെ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്ന് പറയാണ്. ചേച്ചി, എനിക്ക് അമലിനെ വലിയ ഇഷ്ടമാണ്. അമലിനെ തിരിച്ച് ഇങ്ങനെ തന്നെയാ. രോഹിയേട്ടൻ അടിച്ചിട്ടും രാത്രി എന്നെ വിളിച്ചിരുന്നു. സാരമില്ല, ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് അടിച്ചതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇനി മുതൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കാം, പഠിച്ചാൽ ജോലി വാങ്ങിക്കാം, എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ അന്തസ്സായി പെണ്ണി ഒതുക്കുമെന്ന് ഇന്നലെ അവൻ പറഞ്ഞു ചേച്ചി എന്ന് പറയുന്നുണ്ട്.
എന്നാൽ ശരി, ഇനി ഒരിക്കലും അവനുമായിട്ട് യാതൊരു ബന്ധവും തുടർന്ന് പോകാൻ പാടില്ല, മനസ്സിലായല്ലോ എന്ന് പറയുമ്പം ഇല്ല ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവക്കിങ്ങനെ ഇതാവാത്തോണ്ട് തന്നെ അലീനയും ഇവളും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവാണേ. അതിൻ്റെ കൂടെ ബാലനും ഉണ്ട് കൂടെ കേട്ടോ. അങ്ങനെ ബാലനും അലീനയും ബബിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പം ചെറിയ PCOD ഇതൊക്കെ ലക്ഷണങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അങ്ങനെ പുറത്തേക്ക് വന്ന് ഇവർ വണ്ടിയിൽ കയറി തിരിച്ചു വരുമ്പം രണ്ടുപേർക്കും വലിയ ആശ്വാസമാവുന്നുണ്ട്. അപ്പം രണ്ടുപേരെയും മുഖഭാവങ്ങളും മാറ്റങ്ങളും എല്ലാം തന്നെ ബാലിനെ ശ്രദ്ധിക്കണം കേട്ടോ. തൻ്റെ മകൾക്ക് എന്തോ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ആലിൽ നമ്മളെ രക്ഷിച്ചു എന്നുള്ള കാര്യവും മനസ്സിലാക്കാണ്. എന്തായാലും ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അറിഞ്ഞിട്ട് ബാലനും വലിയ സമാധാനമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ബബി മുറിയിലേക്ക് പോകാൻ നേരം വൈദ്യ ചോദിക്കാണ്, നീ എങ്ങോട്ടാടി കെട്ടിയിരിക്കുന്ന പോയത്? ഹോസ്പിറ്റലിലേക്കാണെന്ന് കൃഷ്ണ പറഞ്ഞല്ലോ. അത് പിന്നെ അമ്മേ, എനിക്കൊരു മാസമായിട്ട് പീരിയഡ്സ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാ. എന്നിട്ട് എന്ത് പറഞ്ഞു ഡോക്ടർ? അത് പിന്നെ PCOD ആണെന്നാ പറഞ്ഞത്. PCOD കഴിഞ്ഞൊരു മാസമായിട്ട് ഉണ്ടെന്നാ പറഞ്ഞേ. അതിന് മരുന്ന് കഴിക്കാൻ പറഞ്ഞു വിട്ടു എന്ന് പറയുന്നുണ്ട്. അല്ല, നിനക്ക് ഇതിനോട് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആ വേലക്കാരിയും കൂട്ടി തന്നെ വേണോ നിനക്ക് പോകാൻ എന്ന് ചോദിക്കാണ്. അമ്മ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ടാ ഞാൻ ചേച്ചിയും കൂടി രാവിലെ പോയത്. അച്ഛനും ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയുന്നുണ്ട്. എങ്കിലും തള്ളാന്ന് പറഞ്ഞു ഒരുത്തി ഇവളുണ്ടല്ലോടി എന്ന് ചോദിക്കാണ്. അമ്മ ഞാൻ പറഞ്ഞല്ലോ, അമ്മ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, നല്ല ഉറക്കമായിരുന്നു, അതാ പറയാഞ്ഞത്. ചേച്ചി അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ വരികയും ചെയ്തു, അതുകൊണ്ടാ എന്ന് പറയുമ്പം ചേച്ചി മിണ്ടിപ്പോവരുത്. എവിടുന്ന് വലിഞ്ഞു കയറുന്ന ഒരലവലാതി വേലക്കാരി അവള്. എല്ലാവരും അവളെ ഇപ്പോൾ തല പൊക്കി വെച്ച് നടക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കണം അലീന മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. അടുക്കളയിലേക്ക് പോയിട്ട് അവൾ വീണ്ടും പാചകം തുടരുന്നുണ്ട്. ബബിലി ആണെങ്കിലും അമ്മ കിടന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഒരക്ഷരം പോലും മിണ്ടാതെ മുറിയിലേക്ക് കയറി കഥ അടയ്ക്കുകയാണേ. അങ്ങനെ വൈജയ്ക്ക് എല്ലാം കൊണ്ടും നല്ല പെരുത്ത ദേഷ്യം വരുന്നുണ്ട്. ഇന്നലെ മക്കളെല്ലാം കൂടി വൈജ സ്നേഹിച്ചിട്ടേ ഇല്ലാന്നും പറഞ്ഞ് വൈജ കുറെ പറഞ്ഞല്ലോ. അതൊക്കെ ഓർത്തുകൊണ്ട് എല്ലാവരും വൈജ ഇങ്ങനെ ആകെപ്പാടെ കലിപ്പിൽ നിൽക്കുകയാണ്. ഇതുപോലെ വരണമെന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. തീരെ വ്യൂ കുറവാണ്. എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ഹൈപ്പൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.